ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഷെഫ് സുരേഷ് പിള്ള സാറിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ ഫിഷ് നിർവാണം റെഡിയാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ നിർവാണം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 കരിമീൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് ഇതേപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മീനിന് ആവശ്യമായ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മീനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മൾ മീൻ വരഞ്ഞതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പരന്ന പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 വശവും കുക്കാവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ആവുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പീസസ് ഒക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നിർവാണം റെഡിയാക്കാനായിട്ടൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആദ്യമേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു വാഴയിലയുടെ പീസ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ പച്ചമാങ്ങയുടെ പീസ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 3 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ഇതേപോലെ കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് നിർവാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു ക്രീമി ടേസ്റ്റാണ് ഈ ഫിഷ് നിർവാണയ്ക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.